ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ലോട്ടസിൻ്റെ റേഡിയൻറ്റ് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലെൻസിങ് സ്ക്രബ് ചെയ്യും. സ്ക്രബ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നമുക്കൊരു ആക്ടിവേറ്റർ ഉണ്ടായിരിക്കും. അത് ആവശ്യത്തിന് എടുത്തിട്ട് അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് ഫെദർ ടച്ച് എന്നാണ് പറയുക. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളുടെ മസാജ് ക്രീം എടുക്കുക. മസാജ് ക്രീം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐസും എടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഐസിൽ നമ്മളുടെ കൈ മുക്കിയിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എപ്പോഴും നമ്മളുടെ കൈകൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മളുടെ ഫോർഹെഡ് മുതൽ നെക്ക് വരെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾക്ക് വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നന്നായി മസാജ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും എല്ലാവിടവും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നത് നമ്മൾക്ക് നന്നായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 15 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്യും ഫേസിൽ. അത് 3 ടൈമായിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ സ്കിന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആവാനും അതുപോലെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിന് നല്ലൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മൾ വെളുക്കാൻ വേണ്ടിയാണെന്ന്. നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്യുന്നതാണ് വെളുക്കാൻ വേണ്ടിയിട്ട്. ഫേഷ്യൽ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. മസാജിങ്ങിൻ്റെ 2 റൗണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്ത് 3-ാമത്തെ റൗണ്ട് ഞാൻ മസാജ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുന്ന ഒരു ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒക്കെ വരും. പിന്നെ നമ്മളുടെ ഫേസ് നന്നായി ക്ലീൻ ആൻഡ് നീറ്റ് ആകും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊണ്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മസാജിങ്ങിന് ശേഷം ഇത് എൻ്റെ കയ്യിലുള്ള ഗാൽവാനിക്കിൻ്റെ വയർലെസ് മെഷീനാണ് കേട്ടോ. നമ്മൾ പാർലറിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ ഗാൽവാനിക് മെഷീന്? ഇതതിൻ്റെ തന്നെ നമ്മൾക്ക് ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നെഗറ്റീവിലിട്ടിട്ട് മസാജ് ചെയ്യും, പിന്നെ അത് നമ്മൾ പോസിറ്റീവിലിട്ടിട്ട് മസാജ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളുടെ മുഖത്തുള്ള ഈ ക്രീമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഫേസിന് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വെച്ചിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതിന് നല്ല കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. 20 മിനിറ്റാണ് കേട്ടോ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത്. മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ മാസ്ക് ടൈറ്റ് ആവണം. അപ്പം നമ്മളുടെ സ്കിന്ന് ലൂസാവും. നമ്മളിങ്ങനെ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് വലിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരമാവധി സംസാരിക്കാതിരിക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നമ്മളുടെ നേരത്തെ കാണിച്ച അതേ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഞാനിപ്പോൾ അത് നനച്ച് പതുക്കെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യാണ് കേട്ടോ. നമ്മളെപ്പോൾ മാസ്ക് റിമൂവ് ചെയ്യുമ്പോഴും ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ചെയ്യുന്ന മെത്തേഡുകളൊക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ മാസ്ക് ഫുള്ള് റിമൂവ് ചെയ്തു. എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? ക്ലീൻ ആയിട്ടില്ലേ ഫേസ്? ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാം കേട്ടോ. ഇതെനിക്ക് കമൻറ്റ് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.